Today, our topic is Central Air Conditioning Systems. അപ്പോൾ ഈ കാണുന്ന ഡയഗ്രത്തിൽ പോലെ തന്നെ നമുക്ക് ഒരു റൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിംഗ് ആയിക്കോട്ടെ അതിന് പല പല ലൊക്കേഷൻസിലേക്ക് നമുക്ക് കണ്ടീഷൻഡ് ആയിട്ടുള്ള എയർ സപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ റൂമിൻ്റെ പല ലൊക്കേഷനിലേക്ക് കണ്ടീഷൻ ചെയ്ത എയർ സപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് ഉണ്ടാകും. ആ അപ്പാരറ്റസ് എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. ദെൻ പല ഡക്റ്റുകളിലൂടെ എയറിനെ പല പല ലൊക്കേഷനിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഓരോ ലൊക്കേഷൻ്റെയും ലോഡ് അനുസരിച്ച് അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന വോളിയത്തിനെ വേരി ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം, ദി സിസ്റ്റം ഈസ് അഡോപ്റ്റഡ് വെയർ ദ കൂളിംഗ് കപ്പാസിറ്റി റിക്വയർഡ് ഈസ് 25 TR or more. Then the system is adopted when the airflow is more than 300 m³ per minute. ഇവിടെ നമുക്ക് എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു പർട്ടിക്കുലർ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു, എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഡക്റ്റ് വഴി എവിടെയൊക്കെയാണോ നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട സ്പേസ്, ആ സ്പേസിലേക്ക് ഡക്റ്റ് വഴി എയറിനെ കണ്ടീഷൻ ചെയ്ത എയറിനെ സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കൂളിംഗ് കോയിലാണെങ്കിൽ കൂളിംഗ് കോയിൽ, ഹീറ്റിംഗ് ആണെങ്കിൽ ഹീറ്റിംഗ്, അതിനുള്ള അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ കണ്ടൻസറും കംപ്രസറും ഫാനുകളും ഒക്കെ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. അതായത് എയറിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ട എല്ലാ സംവിധാനവും, എല്ലാ അറേഞ്ച്മെൻറ്റും ഒരു പർട്ടിക്കുലർ ഏരിയയിലായിട്ടുണ്ടാകും. ദെൻ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ ഡക്റ്റ് വഴി ഒരു വലിയ റൂമാണെങ്കിൽ ആ റൂമിൻ്റെ പല പല ലൊക്കേഷനിൽ സപ്ലൈ ചെയ്യുന്നു. ഇനി അതല്ല പല പല റൂമിലേക്കാണെങ്കിൽ അങ്ങനെ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ ദ കണ്ടൻസിങ് യൂണിറ്റ്, ദ കംപ്രസർ വിത്ത് ഇറ്റ്സ് ഡ്രൈവ് മോട്ടർ ആൻഡ് കണ്ടൻസർ ആർ ലൊക്കേറ്റഡ് ഇൻ പ്ലാന്റ് റൂം. അതായത് കണ്ടൻസറും കംപ്രസറും അതുപോലെ തന്നെ കണ്ടൻസറിൻ്റെ ഫാൻ അടങ്ങുന്ന ഒരു അറേഞ്ച്മെൻറ്റ്, അത് എന്ന് പറയുന്നത് പ്ലാന്റ് റൂമിലായിരിക്കും പ്ലേസ് ചെയ്യുക. ഇനി വാട്ടർ കൂൾഡ് കണ്ടൻസർ ആണെങ്കിൽ അവിടെ കൂളിംഗ് ടവറും ഒക്കെ നമ്മൾ ഈ ഒരു ക്യാബിനിലായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ പ്ലാന്റ് റൂം എന്ന് പറയുമ്പം പ്ലാന്റ് റൂമിനകത്ത് കണ്ടൻസറും അതുപോലെ കംപ്രസറും അടങ്ങുന്ന റൂമാണ് പ്ലാന്റ് റൂം. ഇനി അടുത്ത് റൂമുണ്ട് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂം, AHU റൂം എന്ന് പറയും, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂം. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, നമുക്ക് കണ്ടീഷൻ ചെയ്യേണ്ട എയറിനെ ഹാൻഡിൽ ചെയ്യുന്ന റൂമാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂം. അതായത് റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ എയർ അതുപോലെ ഔട്ട്സൈഡ് എയർ ആ എയറിനെ കണ്ടീഷൻ ചെയ്ത് ഡക്റ്റ് വഴി റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ കണ്ടീഷനിങ് പ്രോസസ്സ് നടക്കുന്ന ഒരു സ്പേസാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ആ പേര് പോലെ തന്നെ എയറിനെ ഹാൻഡിൽ ചെയ്യുന്നു, എയറിനെ കണ്ടീഷൻ ചെയ്യുന്നു, ദെൻ അതിനുശേഷം എയറിനെ സപ്ലൈ ചെയ്യുന്ന റൂം. അതോടൊപ്പം തന്നെ റൂമിൽ നിന്ന് വരുന്ന റിട്ടേൺ എയർ അങ്ങോട്ടാണ് വരുന്നത്, ഔട്ട്സൈഡിൽ നിന്നുള്ള ഫ്രഷ് എയറും ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിലേക്കാണ് വരുന്നത്. ദെൻ നമുക്ക് ഡയഗ്രം നോക്കാം. 2 ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് സിസ്റ്റവും, അടുത്തതാണ് ഇൻഡയറക്റ്റ് സിസ്റ്റവും. അപ്പോൾ ഡയറക്റ്റ് സിസ്റ്റത്തിൽ എന്താ ചെയ്യുന്നത്, ഇൻഡയറക്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ കാണുന്നതാണ് ഒരു ഡയറക്റ്റ് സിസ്റ്റം. ഇവിടെ കണ്ടൻസറുണ്ട്, കംപ്രസറുണ്ട്, അതുപോലെ തന്നെ കണ്ടൻസറിന് വേണ്ടി കൂളിംഗ് ടവറുണ്ട്. അപ്പോൾ ഈ കണ്ടൻസറും കംപ്രസറും എല്ലാം പ്ലാന്റ് റൂമിൽ സെറ്റ് ചെയ്തു. ഇനി എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിൽ നമുക്ക് ഫ്രഷ് എയറിന് വരാനുള്ള ഡക്റ്റ് ഉണ്ട്, റിട്ടേൺ എയറിന് വരാനുള്ള ഡക്റ്റ് ഉണ്ട്, അതുപോലെ കണ്ടീഷൻ ചെയ്ത എയറിനെ സപ്ലൈ ചെയ്യാനുള്ള ഡക്റ്റ് ഉണ്ട്. അങ്ങനെ ആ ഡക്റ്റിൽ പല പല ഔട്ട്ലെറ്റുകളുണ്ടാകും. ആ ഔട്ട്ലെറ്റ് വഴിയാണ് കണ്ടീഷൻ ചെയ്ത എയർ ഈ റൂമിലേക്ക് വരിക. ഇനി ആ എയറിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ഫാൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ കോയിലും എയർ ഫിൽറ്ററും ഒക്കെ ഉണ്ടാകും. അപ്പോൾ റീസർക്കുലേറ്റഡ് എയറും അതോടൊപ്പം തന്നെ ഫ്രഷ് എയറും തമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷം എയർ ഫിൽറ്ററിൽ കൂടെ കിടക്കുന്നു, കൂളിംഗ് കോയിലേക്ക് കൂടെ കിടന്ന് കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നു. ദെൻ അതിനുശേഷം അത് ഈ ഡക്റ്റ് വഴി നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു, റൂമിൻ്റെ പല പല ലൊക്കേഷനിലേക്ക് ഡക്റ്റ് വഴി സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കൂൾ ചെയ്യേണ്ട എയർ, ഇപ്പോൾ നമ്മൾ കൂളിംഗ് കേസ് മാത്രം എടുക്കാം, ഹീറ്റിംഗ് കൂടെ എടുക്കുന്നില്ല. കൂളിംഗ് കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂൾ ചെയ്യേണ്ട എയർ ഡയറക്റ്റ് ഇവാപ്പറേറ്റർ കോയിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഇവാപ്പറേറ്റർ കോയിലൂടെ ഫ്ലോ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് അത് സപ്ലൈ ലൈനിലൂടെ പോകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം
എയറും അതുപോലെ ഇവാപ്പറേറ്റർ കോയിലും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നുകൊണ്ടാണ് അവിടെ കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എയറിനെ കണ്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഡയറക്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ എയറിനെ കണ്ടീഷൻ ചെയ്തതിന് ശേഷം ഫാൻ ഉപയോഗിച്ച് സപ്ലൈ ഡക്റ്റ് വഴി നമ്മൾ കൊടുക്കുന്നു. ദെൻ ആ ഡക്റ്റിൽ പല പല ലൊക്കേഷനിൽ ഔട്ട്ലെറ്റ് ഉണ്ടാകും. ആ ഔട്ട്ലെറ്റിൽ വഴി കണ്ടീഷൻ ചെയ്ത എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒരൊറ്റ റൂമിൽ പല പല ഔട്ട്ലെറ്റാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ പല പല റൂമുകളാകാം, അല്ലെങ്കിൽ വലിയൊരു ഓഡിറ്റോറിയോ തിയേറ്ററോ ആയിട്ട് ആ തിയേറ്ററിൻ്റെ പല ലൊക്കേഷൻസിൽ ഇതുപോലെ ഔട്ട്ലെറ്റുകൾ വരാം. അപ്പോൾ അതാണ് ഡയറക്റ്റ് ടൈപ്പ്. അപ്പോൾ എയർ ഫ്രം ദ സ്പേസ് ടു ബി എയർ കണ്ടീഷൻ ഈസ് സർക്കുലേറ്റഡ് ഓവർ ദ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ഇവാപ്പറേറ്റർ കോയിൽ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമ്മൾ പറയേണ്ടത് എയർ ഫ്രം ദ സ്പേസ് ടു ബി കണ്ടീഷൻ, അതായത് കണ്ടീഷൻ ചെയ്യേണ്ട എയർ ഈസ് സർക്കുലേറ്റഡ് ഓവർ ദ ഇവാപ്പറേറ്റർ കോയിൽ. അതാണ് ഡയറക്റ്റ് സിസ്റ്റം. ഇനി അടുത്ത് നമുക്ക് ഇൻഡയറക്റ്റ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രം നോക്കാം. ഇവിടെ നമുക്ക് പ്ലാൻ റൂമിനകത്ത് കംപ്രസർ, അതുപോലെ തന്നെ കണ്ടൻസർ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. ദെൻ നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇവാപ്പറേറ്റർ കോയിലും ഈ പ്ലാൻ റൂമിലായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ കാണുന്ന പോലെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂം ഇത്ര എണ്ണം ഉണ്ട്. പല പല എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമുണ്ട്. ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിലേക്കെല്ലാം ഒരു കോമൺ ലൈൻ വഴി കണക്ട് ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ ഈ ഓരോ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിലും ഒരു കൂളിംഗ് കോയിൽ ഉണ്ടാകും. ഓക്കെ, ആ കൂളിംഗ് കോയിലിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് കോൾഡ് വാട്ടറാണ്. ഓക്കെ, നേരത്തെ കേസിൽ നമ്മൾ റെഫ്രിജറൻ്റ് ആയിരുന്നു ഫ്ലോ ചെയ്തെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പം കോൾഡ് വാട്ടർ ആയിരിക്കും. ഇപ്പോൾ ഈ വെള്ളത്തിനെ കോൾഡ് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ റെഫ്രിജറൻ്റ് ആണ് ആ കോൾഡ് വാട്ടറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിനെ കോൾഡ് വാട്ടറാക്കി മാറ്റുന്നത്. ആ കോൾഡ് വാട്ടറാണ് ഒരു ലൈനിലൂടെ നമ്മൾ പല പല എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇനി ഓരോ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിൽ ഉള്ള കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഈ കോൾഡ് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ചിൽഡ് വാട്ടർ ആയിരിക്കും. ദെൻ ഇവിടെയും ഫ്രഷ് എയറിനുള്ള ഡക്റ്റ് ഉണ്ട്, റിട്ടേൺ എയറിനുള്ള ഡക്റ്റ് ഉണ്ട്, സപ്ലൈ ഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എയർ ഈ കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. ദെൻ കൂളിങ്ങും ഡീഹ്യൂമിഡിഫിക്കേഷനും സംഭവിക്കുന്നു. ദെൻ അതിനെ ഫാൻ സപ്ലൈ ലൈനിലൂടെ നമുക്ക് ഏത് സ്പേസാണോ കണ്ടീഷൻ ചെയ്യേണ്ടത് ആ സ്പേസിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ എയർ കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ കൂളിംഗ് കോയിലിനകത്ത് ആരാണോ ഉള്ളത്? കോൾഡ് വാട്ടർ. അപ്പോൾ ഡയറക്റ്റ് ഇവാപ്പറേറ്റർ കോയിലുമായിട്ട് എയർ ഹീറ്റ് ട്രാൻസ്ഫർ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് സിസ്റ്റം എന്ന് വിളിക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഓരോ കൂളിംഗ് കോയിലിൽ കൂടെയും വാട്ടർ ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു ചിൽഡ് വാട്ടർ ലൈൻ ഉണ്ടാകും. ഓക്കെ, ആ ചിൽഡ് വാട്ടർ ലൈനിൽ കൂടെയാണ് ഈ പറയുന്ന കോൾഡ് വാട്ടർ ഫ്ലോ ചെയ്യുക. ദെൻ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോൾഡ് വാട്ടർ ഹോട്ട് വാട്ടറായി വരുന്നു. ആ ഹോട്ട് വാട്ടറിൻ്റെ ഹീറ്റ് ആര് അബ്സോർബ് ചെയ്യുന്നു? റെഫ്രിജറൻ്റ് അബ്സോർബ് ചെയ്യുന്നു. സോ ആ റെഫ്രിജറൻ്റ് ദെൻ അഗെയിൻ കണ്ടൻസറിൽ പോകുന്നു, ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സാധാരണ പഠിച്ച വേപ്പർ കംപ്രഷൻ സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമുണ്ട്. ഇപ്പോൾ എല്ലാ റൂമിലേക്കും നമ്മൾ റെഫ്രിജറൻ്റ് സപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ റെഫ്രിജറൻ്റ് എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെഫ്രിജറൻ്റ് എമൗണ്ട് കുറയ്ക്കാൻ ഈ ഒരു സിസ്റ്റം നമുക്ക് സാധിക്കും. കാരണം ഇവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ഓരോ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിലും ഉള്ള കൂളിംഗ് കോയിലിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കോൾഡ് വാട്ടറാണ്. ഇപ്പോൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ -°C പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു സെക്കൻഡറി റെഫ്രിജറൻ്റായ കോൾഡ് വാട്ടർ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കോൾഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എയറിനെ കണ്ടീഷൻ ചെയ്ത് എടുക്കുക. ദെൻ ഇൻഡയറക്റ്റ് സിസ്റ്റം, ചിൽഡ് വാട്ടർ ഓർ ബ്രൈൻ, അതായത് കോൾഡ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷൻ എന്ന സെക്കൻഡറി റെഫ്രിജറൻ്റ് യൂസ് ചെയ്യാം. ബ്രൈൻ ഫ്രം ദ റെഫ്രിജറേറ്റർ പ്ലാന്റ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ ദ കൂളിംഗ് കോയിൽ ലൊക്കേറ്റഡ് ഇൻ ദ എയർ ഹാൻഡ്ലിംഗ് റൂം. നേരത്തെ കേസിൽ ഡയറക്റ്റ് സിസ്റ്റത്തിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് റൂമിനകത്ത് ഇവാപ്പറേറ്റർ കോയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അത് കൂളിംഗ് കോയിലായി. ആ കൂളിംഗ് കോയിലിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷൻ. ദെൻ ചിൽഡ് വാട്ടർ ഓർ ബ്രൈൻ ഫ്രം ദ റെഫ്രിജറേറ്റർ പ്ലാന്റ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ ദ കൂളിംഗ് കോയിൽ located in the air handling unit to cool and dehumidify the room air. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ
കോൾഡ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എയറിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതാണ് സെൻട്രലൈസ്ഡ് എസിലെ രണ്ട് ടൈപ്പ്, ഡയറക്റ്റ് സിസ്റ്റം, ഇൻഡയറക്റ്റ് സിസ്റ്റം. പിന്നെ സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് അതെല്ലാം ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലായിട്ട് മാറിയിരിക്കും. ദെൻ കണ്ടീഷൻ ചെയ്ത എയറിനെ നമ്മൾ റൂമിൻ്റെ പല പല ലൊക്കേഷനിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് ആ റൂമിനെ കണ്ടീഷൻ ചെയ്ത് നിർത്തും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലെ രണ്ട് ടൈപ്പുകൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ സൈക്കോമെട്രിക് ചാർട്ടും ഡിസ്കസ് ചെയ്യും. താങ്ക് യു.